നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതരായവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായകരമായ യാത്രാ സൗകര്യം ലഭ്യമാക്കുന്നതിനായി മുച്ചക്ര വാഹനം നൽകുന്നതിന്റെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി വിനോദ് കുമാർ നിർവഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന മുച്ചക്ര വാഹനത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4,60,60,000 രൂപ നീക്കിവെച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെച്ചത്. 3 പേര് ഈ പദ്ധതിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നു. പക്ഷെ മറ്റ് 2 പേർക്ക് അതിൻ്റെ ലൈസൻസ് യഥാസമയത്ത് തന്നെ ലൈസൻസ് വാങ്ങിയെടുക്കാൻ സാധിക്കാത്തതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നഗരസഭയിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ പദ്ധതി ഇവിടെ എക്സ്പെൻഡിച്ചർ ചെയ്യാൻ സാധിച്ചത്. വൈസ് ചെയർപേഴ്സൺ കെ സോയ അധ്യക്ഷത വഹിച്ചു. ഇംപ്ലിമെന്റ് ഓഫീസർ ജിസ്മി അഗസ്റ്റിൻ പദ്ധതി വിശദീകരിച്ചു. ആ പദ്ധതിയിലേക്ക് നമ്മൾ അപേക്ഷ ക്ഷണിച്ചപ്പോൾ 3 പേര് അപേക്ഷ വെച്ചിരുന്നുവെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ലേണേഴ്സ് ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. ആ ലേണേഴ്സ് ലൈസൻസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പദ്ധതിയിലേക്ക് ഇറക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് അവരുടെ വീടുകൾക്ക് ഒരു ഉപജീവന മാർഗമായിട്ട് മാറാനായിട്ട് ഈ അവസരം ഈ പദ്ധതി അവരെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ പദ്ധതി വെച്ചിട്ടുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ധനിഷ, കെ രാജൻ, ആർ കെ ഷൈജു, വുമൺ ഫെസിലിറ്റേറ്റർ ഷർമ്യ സി എന്നിവർ സംസാരിച്ചു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.